ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. അനന്തരം ഗിദെയോൻ എന്ന യെരുബ്ബാലും അവനോട് കൂടെയുള്ള ജനമൊക്കെയും അതികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദ്യാന്യരുടെ പാളയമോ അവർക്ക് വടക്ക് മോരെ കുന്നിനരികെ താഴ്വരയിൽ ആയിരുന്നു. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ചുവെന്ന് ഇസ്രയേൽ എൻ്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാറേ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ച് തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വെച്ച് നക്കിക്കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കിക്കുടിച്ച് 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി. ശേഷം ഇസ്രായേലിലൊക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ 300 പേരെ നിർത്തുകയും ചെയ്തു. എന്നാൽ മിദ്യാന്യരുടെ പാളയം താഴെ സമഭൂമിയിലായിരുന്നു. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങി ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. അതിനുശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. അങ്ങനെ അവനും അവൻ്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധങ്ങളുടെയും സമീപത്തോളം ഇറങ്ങിച്ചെന്നു. എന്നാൽ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം ആയിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ, ഇത് യോവാശിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാന്യനെയും ഈ പാളയത്തെയൊക്കെയും അവന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്ന്, എഴുന്നേൽപ്പിൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ചു. ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവിൻ. പാളയത്തിന്റെ അറ്റത്ത് എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളമൂതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളമൂതി, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയുവിൻ. മധ്യാമത്തിൽ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്ത് എത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഇടത്തു കൈയിൽ പന്തവും വലത്തു കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്നാർത്തു. അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചൽ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ 300 പേരും കാഹളമൂതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം സെരേര വഴിയായി ബേഷിത്താവരെയും തപ്പത്തിനരെയും ആബേൽ മെഹോലയുടെ അതിർവരെയും ഓടിപ്പോയി. ഇസ്രായേൽ നഫ്താലിൽ നിന്നും ആശേരിൽ നിന്നും മനശ്ശരിൽ നിന്നൊക്കെയും ഒരുമിച്ചുകൂടി മിദ്യാന്യരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രയീം മലനാട്ട് എല്ലായിടവും ദൂതന്മാരെ അയച്ചു. മിദ്യാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്ന് ബേത് ബാര വരെയുള്ള വെള്ളത്തെയും യോർദാനെയും
അവർക്ക് മുമ്പേ കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയിച്ചു. അങ്ങനെ തന്നെ എഫ്രൈമ്യർ ഒരുമിച്ചുകൂടി ബേത്ബാര വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി. ഓരേബ്, സേബ് എന്ന 2 മിദ്യാന പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. ഓരേബിനെ ഓരേബ് പാറമേലും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെയും വെച്ച് കൊന്നിട്ട് മിദ്യാനരെ പിന്തുടർന്നു. ഓരേബിനെയും സേബിനെയും തല യോർദാനക്കരെ ഗദയോന്റെ അടുക്കൽ കൊണ്ടുവന്നു. സദൃശവാക്യങ്ങൾ 30. യാക്കയുടെ മകനായ ആഗൂരിന്റെ വചനങ്ങൾ. ഒരരുളപ്പാട്. ആ പുരുഷന്റെ വാക്യമാവിത്: ദൈവമേ, ഞാൻ അധ്വാനിച്ചു, ദൈവമേ, ഞാൻ അധ്വാനിച്ചു ക്ഷയിച്ചിരിക്കുന്നു. സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ. മാനുഷ്യബുദ്ധി എനിക്കില്ല, ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ? ഭൂമിയുടെ അറുതികളൊക്കെ നിയമിച്ചവൻ ആർ? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ദാസനെക്കുറിച്ച് യജമാനനോട് ഏഷണി പറയരുത്. അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലമായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായൊരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുമ്പല്ല് വാളായും അണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് 2 പുത്രിമാർ ഉണ്ട്. ഒരിക്കലും തൃപ്തി വരാത്തത് 3 ഉണ്ട്. മതി എന്ന് പറയാത്തത് 4 ഉണ്ട്. പാതാളവും വന്ധ്യയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതി എന്ന് പറയാത്ത തീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് 3 ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് 4 ഉണ്ട്. ആകാശത്ത് കഴുകന്റെ വഴിയിൽ, പാറമേൽ സർപ്പത്തിന്റെ വഴിയും, സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും, കന്യകയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ. വ്യഭിചാരണയുടെ വഴിയും അങ്ങനെ തന്നെ. അവൾ തിന്ന് വായി തുടച്ചിട്ട് ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും, വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവരുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പിടിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ഭൂമിയിൽ എത്രയും ചെറിയവനെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ഉണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടുക്കിളിക്ക് രാജാവില്ല, എങ്കിലും അതൊക്കെ മണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ചന്തമായി നടകൊള്ളുന്നത് 3 ഉണ്ട്, ചന്തമായി നടക്കുന്നത് 4 ഉണ്ട്. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും, നായാട്ട് നായും കോലാട്ട് കൊറ്റനും, സൈന്യസമേതനായ രാജാവും തന്നെ. നീ നിഗളിച്ച് ഭോഷത്വം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുക. പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും, മൂക്ക് ഞെക്കിയാൽ ചോര വരും, കോപം ഇളക്കിയാൽ വഴക്കുണ്ടാകും. 2 കൊരിന്ത്യർ 3-ാം അധ്യായം. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുമല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ.
കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോഴേ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സാകുകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയ ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു.